ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദീഖിന് കുരുക്കുമുറുകയാണ്. നടിയുടെ പരാതിയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി. സിദ്ദീഖും നടിയും ഒരേ ഹോട്ടലിൽ താമസിച്ചതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇക്കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിൽ ഇരുവരുടെയും പേരുകളുണ്ട്. സിദ്ദീഖിനെ കാണാൻ നടി എത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിസപ്ഷനിലെ രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പുവെച്ചാണ് നടി മുറിയിലെത്തിയത്. ഹോട്ടലിന്റെ 1-ാം നിലയിലാണ് സിദ്ദീഖിന്റെ മുറി ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നാണ് നടി മൊഴി നൽകിയത്. സിനിമ ചർച്ചയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് സിദ്ദീഖ് ഹോട്ടലിൽ എത്താൻ ആവശ്യപ്പെട്ടത്. സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ശേഷമാണ് നടി ഹോട്ടലിൽ എത്തിയത്. ഇവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ട വിവരം അന്ന് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നുവെന്നും നടി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നില തിയേറ്ററിലായിരുന്നു പ്രിവ്യൂ ഷോ നടന്നത്. ഇവിടെ രണ്ടുപേരും ഒപ്പമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കും. നടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയരായ താരങ്ങൾ കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുകയാണ്. സിദ്ദീഖ്, മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു അടക്കമുള്ളവരാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിനിടെ നടിയുടെ ആരോപണങ്ങളിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയതാണ് വിവരം. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും നീക്കം നടത്തുന്നുണ്ട്. പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാലാണ് താരങ്ങൾ മുൻകൂർ ജാമ്യം നൽകാൻ ഒരുങ്ങുന്നത്. വിഷയത്തിൽ എല്ലാവരും അഭിഭാഷകരുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ മുകേഷും ആലോചിക്കുന്നുണ്ട്. നടിയുടെ ആരോപണത്തിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയിരുന്നത്. ആരോപണങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞ MLA പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവും മുഖ്യമന്ത്രിയോട് ഉയർത്തിയിട്ടുണ്ട്. നടി അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ബ്ലാക്ക്മെയിൽ ചെയ്തതിന് തെളിവുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനിടെ മുകേഷിന്റെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീടുകൾ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിന് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നടപടി. തിരുവനന്തപുരത്തെ വീടിന് പരിസരത്ത് പോലീസ് ബസ്സിലും കൊല്ലത്ത് 2 ജീപ്പുമായി എത്തിയ പോലീസ് വീടിന് സമീപം ക്യാമ്പ് ചെയ്യുകയാണ്. മുകേഷ് അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമൊഴിക്കായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശദീകരണം നൽകിയതും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയതിൽ കളവുണ്ടെന്നാണ് CPM-ലെ മറ്റ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, മുകേഷ് രാജിവെക്കണമെന്നാണ് പാർട്ടി തീരുമാനമെന്നാണ് നേതാക്കളുടെ ആവശ്യമെന്ന് പറയുന്നത്.